ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ശൂന്യാകാശമല്ല, വേസ്റ്റുകളുടെ ഒരു കൂമ്പാരം. ഇതായിരുന്നു നമ്മുടെ പണി റൂം. പത്തിരി തവ, ചെറിയ കേക്ക് വേണമെങ്കിൽ 5 ലിറ്ററിന് 3 ഫ്രീ. അപ്പൊ ഇതാവുമ്പോ അങ്ങനെ വേണ്ടോ ലോക്കൽ പണ്ടല്ലേ വലിയ ഇഡ്ഡലി, അച്ചപ്പത്തിന്റെ അച്ച്, ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരെണ്ണത്തിലേക്ക് തലയ്ക്കുമീതേ ശൂന്യാകാശം, താഴെ മരുഭൂമി. അല്ല, തെറ്റ്. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ശൂന്യാകാശമല്ല, വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമാണ്. തലയുടെ ഉള്ളിലല്ല കേട്ടാ, തലയ്ക്ക് മുകളിൽ. എവിടെയാണെന്ന് വെച്ചാൽ വീടിന്റെ മുകളില് കുറേ നമ്മള് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, കുറേ നമ്മൾ ഉപയോഗിക്കാണ്ട് കിടക്കണ കുറേ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും ഡംപ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ വീട് 2 കൊല്ലം മുന്നേ വീട് പൊളിച്ചു പണിതില്ലേ, അപ്പോൾ ആ വീടിന്റെ എല്ലാ സാധനങ്ങളും മുകളിൽ കൊണ്ടുവച്ചു. മുകളിലൊരു ഷെഡ് ഉണ്ട്, നമുക്ക് സ്വർണ്ണപ്പണിക്കുള്ള ഷെഡ് ഉണ്ടെന്ന് അറിയാലോ, അതിലാണ് നമ്മളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. കുറച്ച് ഭാഗം ഷീറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കണമെന്നുള്ള ബാക്കിയൊക്കെ അവിടെ വെച്ചു. അപ്പം അങ്ങനെ അവിടെ ഇരിക്കണ കുറേ സാധനങ്ങളിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. അതായത് കാറ്ററിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ, സ്വർണ്ണപ്പണിയിലെ കുറെ സാധനങ്ങള്, അത് ഇതൊക്കെ നിറച്ച സാധനങ്ങള്. ഒരു യുദ്ധം കഴിഞ്ഞ പോലെയാണ് ഇപ്പൊ മുകളിൽ കിടക്കുന്നത്. അതെ, മറ്റേ മൊറോക്കോലല്ലേ ഭൂകമ്പം നടന്നത്, അതുപോലെയാണ്. നമ്മള് അടിച്ചുവാരിടാറൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് ദിവസം കൂടുമ്പോ ചവർ നന്നായിട്ട് കുറെ മരങ്ങളുടെ ചില്ല മോളിക്കുണ്ടല്ലോ, അത് കാരണം. ഇപ്പൊ ചിരട്ട വെച്ചോടുന്നു, ചകിരി, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇപ്പൊ മുകളത്തെ ഡ്രസ്സാണ് പൊളിച്ച് കളഞ്ഞു കൂടിയിട്ട് ഷീറ്റൊക്കെ പൊളിച്ചപ്പോഴേ മഴ പെയ്തപ്പോ ആകെ നനഞ്ഞ് പിന്നെ ആകെ അലങ്കോലമായി. ഷീറ്റ് പൊളിച്ചപ്പോഴേ ഷീറ്റിന്റെ മോൾ ഭാഗത്ത് കുറെ ചവർ കിടന്നോടുന്നില്ല, അതൊക്കെ വീണു. ഈ കറുത്തിട്ടുള്ള പൊടിഞ്ഞ് നല്ല വളമായിരിക്കും, അങ്ങനെയുള്ളതും എല്ലാം കൂടി ഇവിടെ കെടുക്കുക. അപ്പം അത് ഇനിയും ഇവിടെ ഈ പാത്രങ്ങൾ മഴ കൊണ്ട് കെടുക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തുമ്പോഴൊക്കെ ഒരേ കുത്തു വരുന്നു. അപ്പം ഈ ഉരുളിയൊക്കെ കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പം ചേട്ടൻ പറയണതൊന്നും കൊടുക്കണ്ടെന്ന്, ഇതൊക്കെ ആവശ്യം വരുന്ന പറയണ. ഇതിപ്പോ കൊടുത്തു കഴിഞ്ഞ തുച്ഛമായ കാശ കിട്ടുള്ളത്. ഇതായിരുന്നു നമ്മുടെ പണി റൂം. പിന്നെ ഇതിന്റെ ഉള്ളിലായിരുന്നു പാത്രങ്ങളെല്ലാം എല്ലാത്തിനും വെള്ളമായി കാണുമ്പോ മഴ പെയ്തപ്പോ വെള്ളം നിക്ക. അപ്പൊ ഇങ്ങനെ ഈ പാത്രങ്ങൾ ഇതൊന്നും ആവശ്യമില്ലാത്ത പാത്രങ്ങളാ. ഇത് കുടം കട പണ്ട് ഞങ്ങൾ വീട് താമസമായ സമയത്ത് 2008 അന്ന് വാങ്ങിയിട്ടുള്ളത് അരിപ്പകലം. പിന്നെ നമ്മള് അലുമിനിയം ഒക്കെ ഉപയോഗിക്കേണ്ട വെച്ചിട്ട് പിന്നെ സ്റ്റീലിന്റെ ഒരു പാത്രം വാങ്ങിച്ചപ്പോഴേ പിന്നെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളും ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ. ഇതിന്റെ ഇത് വേറൊരു അലുമിനിയത്തിന്റെ ഒരു കുക്കർ ഉണ്ടായിരുന്നു നമുക്ക്, അതിന്റെ അത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. കണ്ട ഈ വേസ്റ്റ് ഇവിടെ കിടക്കണണ്ട, ഇതെല്ലാം വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്താ കെടുപ്പ് നോക്കിയ. അപ്പൊ അവര് പണി നടന്നുകൊണ്ടിരിക്കണ പോയേക്കാ. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യാൻ പോണ എന്തിട്ടാന്ന് വെച്ചാലേ ഇതെല്ലാതും ഇറക്കിയിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതൊക്കെ വാങ്ങിക്കാൻ പോവാ. അപ്പൊ നമ്മളിതൊക്കെ കൊണ്ടുപോകണത് എവിടേക്കാന്നറിയോ? തൃശ്ശൂര് പൂത്തോള് ഇപ്പൊ പുതിയ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവർ ചാവക്കാട് 10-30 കൊല്ലമായിട്ട് പാരമ്പര്യമുള്ള ഒരു കടയാണ്. അപ്പൊ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ക്രാപ്പ് പറയാ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഒതുക്കിട്ട് നമുക്ക് താഴ്ത്തിക്ക് ഇറക്കണം, എന്നിട്ട് ഇതെല്ലാം കൊണ്ട് പോണം. ഫസ്റ്റ് നമുക്ക് പ്ലാസ്റ്റിക്, അലുമിനിയം അവരോട് ചോദിച്ചപ്പോ പ്ലാസ്റ്റിക്, അലുമിനിയം എല്ലാം കൊണ്ടുവന്നോളാൻ പറഞ്ഞു. പിന്നെ നമ്മള് വീഡിയോയും കൂടി എടുക്കേണ്ടത് പറഞ്ഞപ്പോ അവര് ഹാപ്പി ആയി. അപ്പൊ നിങ്ങൾക്ക് അതന്നെ, ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾ റേറ്റ് കുറച്ചും തരാം, ഇതിനൊക്കെ ഈ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറക്കാം. ജഗ്ഗു സ്കൂളിൽ നിന്ന് വന്നിട്ടാ ഞങ്ങൾ പോവുള്ളൂ, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ 3:30 വിടില്ലേ, അപ്പോഴത്തേക്ക് എന്തായാലും എത്തില്ല. അപ്പൊ ഇതെല്ലാം ഇറക്കിയൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 3:30 ആകുമ്പോൾ അവനെ കൊണ്ടുവന്നതിന് ശേഷം പോവാം കടയിലേക്ക്. യുദ്ധക്കളം നോക്കി വന്നപ്പോഴേ അധികമൊന്നുമില്ല, അത്ര ഉള്ളോ. ഓരോന്നും ഞാൻ എടുക്കുമ്പോൾ ചേട്ടൻ പറയും ഇതും ആവശ്യം വരും, അപ്പം അത് മാറ്റിവെക്കും. അടുത്തെടുക്കും പറയും ഇതും ആവശ്യം വരും, അപ്പം മാറ്റിവെക്കാൻ മാറ്റി വെച്ച് നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേട്ടൻ ഒറ്റ സാധനങ്ങൾ കൊടുക്കുക കളയുക അതൊന്നും ഇഷ്ടമല്ല, ഒക്കെ എടുത്തു വയ്ക്കും. ഇതൊക്കെ വേണമെന്ന് പറഞ്ഞതാട്ടാ.
പക്ഷെ ഇതൊന്നും കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ എന്തിനാ വെറുതെ സ്ഥലം മെനക്കെടുത്ത് അങ്ങനെ വെക്കണ വെച്ചിട്ടാ. ബാക്കിൽ വെക്കുക. ചായ വരെ അപ്പൊ നമ്മള് ഇത്രയും സാധനം കൊണ്ടുപോണ്ട് കടക്കാണ്, പോവാണ്. ഇതാണ് കട കേട്ടാ, ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസ്. ജയലക്ഷ്മിയുടെ കടയാണ് ആ കാണുന്നത്. അതിന്റെ ഓപ്പോസിറ്റിലെ കടയോടെ അല്ല കടയുടെ മുന്നിയോടെ ഇങ്ങനെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലാണ് ഈ കട. അപ്പൊ നമ്മുടെ പഴയ സാധനങ്ങൾ കണ്ടിട്ട് ഇവര് ഞെട്ടുമെന്ന് എനിക്ക് അറിയില്ല, നോക്കി നോക്കാം. അപ്പൊ നമ്മൾ ഷോപ്പിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ എടുക്കുമെന്ന് അറിയില്ല. അപ്പൊ ഇതാണ് കടയുടെ ഉദ്ദേശം. അപ്പൊ ഈ ഷോപ്പില് നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെന്നും കാണാം. അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, അതും വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനം എടുത്ത മതി അല്ലേ? അത് മതി. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടാ. ഇതെന്തിട്ടത്? ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതാണ്. ഇത് കുക്ക് വെയർ ഫ്രൈ ചെയ്യാം. ഇത് നമുക്ക് മറിച്ചിടേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാം. ശരി, രണ്ട് സൈഡും. ഇതിന്റെ വില 3990 നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് 2649. അതായത് 33% ഓഫ് ഇട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കടന്ന വഴിക്ക് തന്നെ കുറെ ഇങ്ങനെ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ പാത്രങ്ങള്, ഇങ്ങനത്തെ കുറെ പാത്രങ്ങള്, പിന്നെ അതിന്റെ ഒപ്പം തന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രം. ഇത് നല്ല കനുണ്ടല്ലോ. ഇത് ഗ്രിൽ പാൻ ആണ്. 1675 MRP വരുന്നത്. നമ്മുടെ ഓഫർ പ്രൈസ് 1399. ഹോക്കിൻസ് കമ്പനിയുടെയാണ്. നോൺ സ്റ്റിക്ക് ആണ്. ഹോക്കിൻസിന്റെ നല്ല കമ്പനി. ബിരിയാണി പോട്ടൊക്കെ 50%. ബിരിയാണി പോട്ടൊക്കെ 50% ഡിസ്കൗണ്ട് ആണ്. 2845 രൂപയുള്ളൂ. 5990 MRP. പത്തിരി തവ. ഇതിപ്പോ 4 പത്തിരിയൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് ഉണ്ടാവില്ലല്ലോ. പ്രസ് പത്തിരിയൊക്കെ 4 5 ഒരുമിച്ച് നമുക്ക് ചെയ്യാം. MRP റേറ്റ് വരുന്നത് 2070. നമ്മുടെ ഓഫർ പ്രൈസ് 1553. അതേപോലെ തന്നെ റൗണ്ടും ഉണ്ട്. ഇതിലിപ്പോ നമുക്ക് വലിയ ദോശ വേണമെങ്കിൽ അത് ചെയ്യാം. ഇതിന് 3799 രൂപയുള്ളോ ഇത്രയും വലിയ പാത്രത്തിന്? 7090 ശരിക്കും വില. ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആണ്, പിസ്സ മേക്കർ. പിസ്സ ഉണ്ടാക്കാൻ. അപ്പൊ ഓവൻ വേണ്ട. ഓവനില്ലാതെ തന്നെ പിസ്സ. അപ്പൊ ഇതെന്താ ഓട്ടയാണല്ലോ? അതെ, ഗ്യാസ് നമുക്ക് ഡയറക്റ്റ് പിസ്സ ഉണ്ടാക്കുമ്പോഴൊക്കെ ഓവനിൽ വെക്കുന്നതിന് പകരമാണല്ലോ ഇത് ചെയ്യുന്നത്. കിട്ടും. ചെറിയ കേക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഇതിനെത്ര വില വരുന്നത്? ഇതിന്റെ വില 2950 ആണ്. അത് 2508. ഹോക്കിൻസ് കമ്പനിയുടെയാണ്. എന്തായാലും നല്ലൊരു സാധനാട്ടാ, കേക്ക് ഉണ്ടാക്കാനൊക്കെ. എന്തൊരു കനാ. കെറ്റിലുകള്, ഇലക്ട്രിക് കെറ്റില്. ഇത് ഇൻഡക്ഷൻ കുക്കറുകള്. അതെ, ഫിലിപ്സ്, ബട്ടർഫ്ലൈ, പ്രസ്റ്റീജ്, പിജിയൺ, വീഗാർഡ്, എല്ലാ കമ്പനിയുണ്ട്. എല്ലാറ്റിനും ഓഫർ ഉണ്ട്. കുക്കറുകൾക്ക് buy 1 get 1 ഓഫർ ഉണ്ട്. അതായത് 5 ലിറ്ററിന് 3 ലിറ്റർ ഫ്രീ. സ്റ്റീല്. ഇത് 2995 രൂപ കോംബോ ഓഫറാണ്. 5 ലിറ്ററിന് 3 ഫ്രീ. 5 ലിറ്ററിന് 3 ലിറ്റർ ഫ്രീ. 2995. 5 ലിറ്ററിന്റെ റേറ്റ്. പ്രസ്റ്റീജിന്റെ അല്ല, ഇത് പിജിയാണ്. പ്രാവ്. ചേച്ചി കൈ കൊണ്ടപ്പോ ഇത് buy 1 get 1 അല്ല, ഇത് പ്രസ്റ്റീജ് ഹോക്കിൻസ് ആണ്. പ്രസ്റ്റീജിന് നമ്മൾ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കുക്കറിന്. ഇത് ഫ്യൂച്ചറാ പറഞ്ഞിട്ട് മോഡല്, ഹോക്കിൻസ് കമ്പനിയുടെ തന്നെ. നല്ല ഭംഗിയുണ്ട്. ഇതിന് വിസിലൊന്നുമില്ല ചേച്ചി? വിസിൽ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഈ കുക്കറുകൾ വിസിലടിക്കുന്ന പോലെ ഒരുപാട് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ചെറിയ സൗണ്ടില് അടുക്കളയിലുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അടുക്കളയിൽ എന്നെ നിന്ന് പണിയെടുക്കണവരത് വാങ്ങിച്ചിട്ട്
ഇത് പുതിയ മോഡലാണ്. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറക്കാം. 2 കൈ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ അതെ, മറ്റേത് അടയ്ക്കാനും തുറക്കാനും ഇത്തിരി പണിയല്ലേ. അപ്പൊ ഇതാവുമ്പോ അങ്ങനെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ആക്കാ വേണ്ടോ ലോക്കൽ. സിമ്പിൾ പരിപാടി. 5290 MRP, 3967 ഓഫർ പ്രൈസ്. പിന്നെ അടിയിൽ ഇത് മറ്റേ അലുമിനിയത്തിന്റെ കുക്കറുകളൊക്കെ അടിയിലിരിക്കുന്നുണ്ട്. പിന്നെ തെർമൽ കുക്കറുകളും ഇരിക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റൽ ബൗള്. ഭയങ്കര കന. ഇതിന്റെ മൂടിയ അല്ല, ഇത് വേറൊരു മോഡല്. ഇത് വെച്ചിട്ട് ഇതിന്റെ മേലെയാണത് വെക്കുക. അല്ല, ഇത് സെപ്പറേറ്റ്. ഇത് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഷോക്കേസിലൊക്കെ വെക്കാൻ അങ്ങനെയൊക്കെയുള്ള. വേറെ മോഡൽ. ഇത് 718. 846 718. കൂട്ടാൻ വെക്കാനല്ല, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഷോക്കേസ് വെക്കാം, ടേബിളിൽ വെക്കാം. ബിരിയാണി പോട്ട്. ഇത് നോൺ സ്റ്റിക്ക് തന്നെയല്ലേ? നോൺ സ്റ്റിക്ക് തന്നെയാ. 2 മൂടിയുണ്ടല്ലേ? 2 മൂടിയുണ്ട്. ഇത് ദമ്മിടുന്ന മൂടാൻ. അല്ല, നോൺ സ്റ്റിക്ക്. ഇതും ഫ്യൂച്ചറാന്ന് പറഞ്ഞ ഹോക്കിൻസ് കമ്പനിയുടെയാണ്. അത് 6 ചേട്ടന്, 2 എനിക്ക്, 1 അങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ ശരിക്കുള്ള റേഷ്യോ. അതാണ് അവിടെ നടക്കാറില്ലേ? നോൺ സ്റ്റിക്ക് ആണ്. ഇതെന്തൊരു പാത്രം. ഇത് അടിപൊളി പാത്രമായിരുന്നു. ഇത് മീൻ വറക്കാൻ പറ്റും. ഇത് ട്രൈ പ്ലൈ ആണ്. ഇല്ല, പിടിക്കില്ല. ട്രൈ പ്ലൈ ആണത്. ആദ്യം സ്റ്റീല്, ഇതിന്റെ ഉള്ളിൽ അലുമിനിയം, പിന്നെ പുറത്ത് സ്റ്റീല്, അങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് സ്റ്റീലാകുമ്പോ പെട്ടെന്ന് ചൂടാവും, അലുമിനിയം ചൂടിനെ നിലനിർത്തും. പിന്നെ ബാക്കി സ്റ്റീലല്ലേ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിടിക്കില്ല അതില്. ഇത് നമ്മൾ വാങ്ങിക്കാൻ കേട്ടാ 2010 രൂപ വിലയുള്ള സാധനത്തിന് 1650 രൂപ. 1650 രൂപ വിലയുള്ളത് വിലയാണ്. അതില് 15% ഡിസ്കൗണ്ട് വരും. കുക്കറും മാറ്റി വെച്ചിട്ടുണ്ട്. പല കമ്പനികളുടെ പല വിധത്തിലുള്ള ഓഫറുകളായിട്ടുള്ള മിക്സികളാണ് നടക്കുന്നത്. എല്ലാത്തിനും ഭയങ്കര. ഇതിനൊക്കെ 43% ഡിസ്കൗണ്ട്. നല്ല ഭംഗിയുള്ള മിക്സി കണ്ട, വെള്ളിയും ചുമപ്പും കോമ്പിനേഷൻ. ഇതിന് 10487 MRP, 5999 രൂപയ്ക്ക് കിട്ടും. ഇത് മറ്റേ ബീറ്റർ പ്രീതി സോഡിയാക്ക്. നമ്മുടെ ഏതാണ് മിക്സിന്ന് എപ്പോഴും ഞങ്ങൾക്ക് കമന്റ് വരുന്നതാണ്. ഇതിന്റെ കൂടെ ഒരു 5 ജാറുകൾ കിട്ടും. ഇങ്ങനത്തെ ജാറൊക്കെ ഉണ്ട്. ഫുഡ് പ്രോസസ്സർ, നാളികേരപ്പാല് പിഴിയാൻ ജ്യൂസർ, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പൊടിക്കണ സാധനം ഒക്കെ കൂടി. ഈ ജാറ് തന്നെ കിട്ടും. തന്നെ ഉണ്ടല്ലേ? ജാറ് വേണം കേട്ടാ. ഞങ്ങളുടെ ജാറ് നാശി. 32% കിഴിവുണ്ട് കേട്ടോ. ഇത് സീസണിങ് കഴിഞ്ഞ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളാണ്. കടായി വെക്കാം. ഇതിന്റെ വില 2513 രൂപ. MRP വരുന്നത് 3575. നമ്മുടെ ഓഫർ പ്രൈസ് ആണ് 2503. 1000 രൂപയ്ക്ക് മീതെ കിഴിവുണ്ട് ഈ സാധനം. ഭയങ്കര കനാട്ട ഈ സാധനം. ഇങ്ങനത്തെ കൊറേ ടൈപ്പ് ഉണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചില്ലേ കാസ്റ്റ് അയണില് ഗ്രിൽ പാൻ. നീ വർക്കല്ലേ? എന്തൊരു കനാലേ. ഇത് 3625-ന്റെ 2538. സംഗതി അടിപൊളി പാത്രം കേട്ടാ. ഭയങ്കര കന. ഒരു 3 കിലോ ഉണ്ടെന്നുണ്ട് സാധനം. അത്രയ്ക്കാനാ. ഞാൻ കാശിനാകുമ്പോ വാങ്ങിക്കും. പിന്നെ ഈ സൈഡ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പുകളാണ്. ഗ്യാസ് സ്റ്റൗകള്. ഗ്യാസ് സ്റ്റൗ ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ ഉണ്ട്. ചിമ്മിണി ഉണ്ട്, ഹോബ് ഉണ്ട്. ചെറിയ ബർണറായിട്ടുള്ള അടുപ്പ് കണ്ടാ ചേട്ടാ. എല്ലാം സ്പെഷ്യൽ 64%, 56% ഒക്കെ ഓഫർ ഉണ്ട്. ഇത് സാൻഡ്വിച്ച് മേക്കർ. നമ്മുടെ ചെറിയ കലത്തിന്ന് ചോറ് കോരിയെടുക്കാന് മതി, ധാരാളം. സിമ്പിൾ ആയിട്ടുള്ള ഗ്രില്ല്. അതേ അതിനേക്കാളും ചേർത്ത് നോക്കിയ ഗ്രില്ല് ചെയ്യാനുള്ളത്. കുക്കറല്ല, സ്റ്റീലിന്റെ കടായി, സോസ് പാൻ.
ഇതിന്റെയൊക്കെ കനം നോക്കിയേ. അതൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈപ്ലൈയുടെ പാത്രങ്ങളാണ്. അതാണ് ഇത്ര കനല്ലേ, 3 ലെയർ വരണത്. റിങ് പാത്രങ്ങൾ. ഇത് വേണം, ഇത് വേണം. ഒരെണ്ണം റൗണ്ട്, ഒരെണ്ണം സ്ക്വയർ കൊടുക്കാം, കുഴപ്പമില്ല. പുട്ടുകുടം. പുട്ടുകുടം. ഇഡ്ഡലി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റണ ഇഡ്ഡലിയാണോ? ഒറ്റ ട്രിപ്പില് 30 എണ്ണം 36 എണ്ണൊക്കെ ഉണ്ടാക്കും. 30 എണ്ണത്തിന്റെ ആണെങ്കിൽ കറക്റ്റാ, ഒരു വട്ടം ഉണ്ടാക്കിയാൽ മതി. 30 എണ്ണം 1723. 36 1951. ഇതിനും സ്റ്റീമർ ഉണ്ട്. സ്റ്റീമർ ഉണ്ട്. വലിപ്പുണ്ടല്ലേ, വലിയ ഇഡ്ഡലിയാണ്. വലിയ ഇഡ്ഡലിയാ. പിന്നെ ഇത് മോട്ടയുണ്ട്, പെട്ടെന്ന് സ്റ്റീം പെട്ടെന്നാവും. പക്ഷെ മാവ് തീ കൂടെ പോവില്ല, അത്രയും ചെറിയ ഓട്ടയാണ്. വെള്ളം ഒഴിക്കണം. സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയുള്ളത് ദോശത്തട്ട് ഇഷ്ടം പോലെ ഇരിക്കുന്നു ചേട്ടാ. ചേട്ടൻ ദോശത്തട്ട് അന്വേഷിക്കാറില്ലേ? 1411 1470 വരും. അമ്മി, അത് അമ്മികള്. പിന്നെ ഇത് കണ്ടില്ലേ, എന്തൊരു ഭംഗിയിലല്ലേ ഊട്ടിയെടുത്താണ് അമ്മിക്കോള. പിന്നെ ഇത് വാഷിംഗ് സ്റ്റോൺ, അലക്കല്. ഇതിനെത്രയാ പറഞ്ഞ ഈ അലക്കല്? 1991. ഇത് നമുക്ക് സ്ലാബിൽ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വെറുതെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നിന്നിട്ട് ചെറുക്കാം. ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കാം. ഇത് വാങ്ങിക്കായിരുന്നു നല്ലത്. അതന്നെ ഇങ്ങനത്തെ നല്ലത്. അതന്നെ ചേട്ടന് വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ. ഈ വശമൊക്കെ പക്കട് അല്ലേ, പക്കട് എന്തേലൊക്കെ ഓരോന്നൊക്കെ ഇളക്കാനൊക്കെ. പിന്നെ ഇവിടെയൊക്കെ സ്റ്റീൽ പാത്രങ്ങളാണ്. ഈ സ്റ്റീൽ പാത്രം ഞങ്ങൾ നോക്കണില്ല, കാരണം ഈ കോടൊക്കെ ഞങ്ങള് കൊണ്ടുവരുന്നതാണ്. ചോറ് ചെയ്യാനുള്ളല്ലേ, ഇത്തിരി വലിപ്പുള്ളത്, അത്ര വലിപ്പുള്ളത് ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇത് മറ്റേത് നമുക്ക് മുകളിലേക്ക് കൂമ്പാരായിട്ട് നമുക്ക് മൂടാൻ പറ്റില്ലല്ലോ, ഇതാകുമ്പോ ഇങ്ങനെ നിന്നോളൂ. 780 രൂപ. ഇവിടെയൊക്കെ കോപ്പർ കോട്ടിങ്ങിന്റെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ. ഇത് ഏതാന്ന് മനസ്സിലായി ചേട്ടന്? ജയ് ഹേലി ആ സാധനം. ഇതൊക്കെ കൊറേ പാത്രങ്ങൾ. ഇതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് മൂടിക്കാനുള്ളതല്ലേ, നെറ്റിന്റെ ഈച്ചൊന്നും വരാതിരിക്കാൻ. ഇവിടെ കനം കുറഞ്ഞിട്ടുള്ള സോസ് പാനുകൾ, ചായ വയ്ക്കാനൊക്കെയുള്ള പാത്രങ്ങൾ. കനം ഉണ്ട് എന്നാലും, പക്ഷെ അവിടുത്തെ ഭയങ്കര കനല്ല, ട്രിപ്പിൾ ലെയർ. ഇത് സാധാരണ സ്റ്റീല്. ഇത് നല്ല കനമുള്ള അതിനാട്ടോ. ഇതിന്റെ പല വലിപ്പത്തിലുള്ള പാത്രങ്ങളുണ്ട്. ഇതെന്തുട്ടത്? ഇതെന്തുട്ട ചേച്ചി ഇത്? ഇത് ഈ കോഫി, ഫിൽറ്റർ കോഫി നമ്മൾ പരസ്യത്തില് കണ്ടിട്ടുണ്ട്, ബ്രൂവിന്റെ പരസ്യത്തിൽ ഫിൽറ്റർ കോഫി കുടിക്കണത്. അതാണ് ഈ സാധനം. കണ്ടാ നല്ല ഇത് പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്ക് കമഴ്ത്തി വെക്കാം. അപ്പൊ ഈ ട്രേയില് വെള്ളം കളക്ട് ചെയ്യും. ഇതെടുത്ത് നമുക്ക് കളഞ്ഞ് പിന്നെ ഇത് വെച്ചാൽ മതി. ഇങ്ങനെ കൂട്ടാനൊക്കെ പകർത്തി മൂടി വയ്ക്കാൻ. ചോറും പാത്രങ്ങൾ. ഇവിടെ ലഞ്ച് ബോക്സ്. പിന്നെ കുഞ്ഞടക്ക് പാത്രങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണമെങ്കിൽ. ഇത് ചെറിയ ട്രേ. പിന്നെ അതുപോലെ പിന്നെ ഇവിടെ മൊത്തം കിണ്ണങ്ങളാണ് അല്ലേ, പ്ലേറ്റുകള് മുഴുവൻ. നോൺ സ്റ്റിക്കിന്റെ അച്ചപ്പത്തിന്റെ അച്ച്. ഇവിടെയൊക്കെ ഇൻഡാലിയത്തിന്റെ ഉരുളികള്, കുഞ്ഞുരുളി തൊട്ടതേ പല വലിപ്പത്തിലുള്ള ഉരുളികളുണ്ട്. പിന്നെ ഇതുപോലത്തെ ചരക്കിന്റെ പോലത്തെ മോഡലുള്ള. ഇതിന് 1497. ഈ ജോൺസൺ ചേട്ടൻ ഓർമ്മയില്ലേ? ആളുടെ വീട്ടില് സോളാർ വെച്ചത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ആള് ഫാമിലി അടക്കം വന്നേക്കണു. ഞങ്ങളെ കാണാൻ വന്നല്ലേട്ടാ. ആളുടെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്, പിള്ളേര് അവിടെ നിൽക്കുന്നുണ്ട്. അതെ, ഓ, അപ്പൊ വേറെ സ്ഥലത്ത് കിട്ടണേനേക്കാൾ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടുന്നു. പിന്നെ റേറ്റും കുറവാണ്.
ഇപ്പൊ എന്ത് വാങ്ങിക്കാനാ പോകുന്നത്? സ്റ്റീൽ പാത്രങ്ങളാ? അപ്പൊ അങ്ങനെ നിങ്ങളുടെ പർച്ചേസിങ് നടക്കട്ടെ. പിന്നെ അലുമിനിയം പാത്രങ്ങൾ, അലുമിനിയം ഇത് വാർക്കാനുള്ളതല്ലേ? പിന്നെ അലുമിനിയത്തിന്റെ ഡവറകള്, അങ്ങനത്തെ പാത്രങ്ങള് അതൊരു സെറ്റാണ്. അതൊരു സെറ്റാ. സെറ്റായിട്ട് ഓഫർ. ഇതൊരു ഓട്ടയുള്ള പാത്രം. ഇത് ചായ, ചായ ഈ കടകളിലൊക്കെ ചായ ഉണ്ടാക്കുന്ന. ഞാൻ അതിന്റെ ഇവിടെ ഒരു കപ്പ് വരും. ചായക്കടയില് പാല്. അത് പറഞ്ഞപ്പോ ചായ കുടിക്കാൻ തോന്നുന്നു. പിന്നെ ഈ സൈഡ് ഇത് അലുമിനിയം, അലുമിനിയം പാത്രങ്ങൾ. അലുമിനിയം സ്റ്റീല് പോലെ ഉണ്ടല്ലോ. ഇത് ഇതാണ് ഇന്ത്യാലിയാണ്, പക്ഷെ സ്റ്റീല് പോലെ നമ്മുടെ മുഖം നന്നായി കാണാം. സ്റ്റീല് പോലെ ഉണ്ടെന്ന്. നമുക്കേ ഇപ്പൊ ഈ യാത്രക്കൊക്കെ പോകുമ്പോ കുഞ്ഞ് 3 കിലോന്റെ കുറ്റിയില്ലേ, മറ്റേ ചെറിയ കുറ്റി, അതും ഇതുമ്മ പിടിപ്പിച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാനൊക്കെ അടിപൊളിയാ. ഇറച്ചി മാത്രല്ല, രണ്ട് സാധനങ്ങൾ ഞാൻ കാണിച്ചേട്ടാ. ഒന്ന് നമ്മുടെ പണ്ടത്തെ ചോറ്, ഇങ്ങനത്തെ ചോറ് പാത്രങ്ങളിലാണ് അമ്മമാർക്ക് കഞ്ഞി കൊണ്ടുവരിക. പാടത്ത് പണിക്ക് വരുമ്പോ ഇതിന്റെ കഞ്ഞിയായിരിക്കും, കുറച്ച് ഓർമ്മറ്റുണ്ടാവും. അതിന്റെ മുകളില് ചമ്മന്തിയിലെ ഒരു പൊതിഞ്ഞിട്ട് ഇതിലിട്ടുണ്ടാവും. അടക്ക് ചോറും പാത്രം. ഇതാ സാധാരണ ആശുപത്രികൾക്ക് ചോറ് കൊണ്ടുപോകാൻ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇതിപ്പോ ആധുനികമായിട്ട് നല്ല അടിപൊളി പാത്രം. പണ്ടത്തെ ചോറും പാത്രമൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ വാങ്ങിക്കാൻ വരും. ഇപ്പോഴും ചോറ് പാത്രം വാങ്ങിക്കാൻ വരും. വാങ്ങിക്കും. പിന്നെ വേറെ പാത്രം അടക്ക് അല്ല, ഞാത്തി പിടിക്കുന്ന ചോറും പാത്രത്തിന് ഇത്തിരി കൂടിയും ആധുനികവൽക്കരിച്ചേക്കാണ്. ചേട്ടൻ പറഞ്ഞില്ലേ കൂട്ടാൻ പണ്ട് ചമ്മന്തി ആയിരുന്നു, അപ്പൊ ഇലയിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചമ്മന്തി അല്ല, കൂട്ടാനുകൾ ഉണ്ടാവും, ഉപ്പേരി കൂട്ടാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലാക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെക്കുക. ആശുപത്രികളിലേക്കൊക്കെ നല്ലതല്ലേ? അതന്നെ. അങ്ങനെ എന്തെല്ലാം മോഡല് പാത്രങ്ങളാ ഈശ്വര. കൂട്ടാൻ കാച്ചി ഒഴിക്കാൻ, കടുകൊക്കെ വറക്കാൻ. അത് അടിപൊളിയാട്ടാ. വെക്കേണ്ട ആവശ്യമില്ല. കടുക് പിന്നെ മീൻ കൂട്ടാനൊക്കെ കാച്ചി ഒഴിക്കാനൊക്കെ നല്ലതാ. സൂപ്പർ പാത്രം. ഇത് ഡബിൾ ബോൾ കപ്പാണ്. പുറത്തേക്ക് ചൂട് വരില്ല. ഇത് ഉണ്ടല്ലോ ഇവിടെ. ഈ ഭാഗത്ത് വാട്ടർ ഹീറ്ററുകള്. ഇത് പല കമ്പനികളുടെ ഉണ്ടല്ലേ. ലൂക്കർ, ലൂക്കർ 1 ലിറ്റർ, പിന്നെ 3 ലിറ്റർ, 6 ലിറ്റർ, 10 ലിറ്റർ. ഇപ്പൊ വീഗാർഡിന്റെ 30% ഓഫ് ഉണ്ട്. ഈ മോഡലാകുമ്പോ 33% ഓഫ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഗ്രൈൻഡർ, ബട്ടർഫ്ലൈഡ്, പിന്നെ എല്ലാറ്റിനും ഓഫർ ഉണ്ട്. ശരിക്കൊരു വീട് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഇങ്ങോട്ട് വന്നാ മതി. എല്ലാ സാധനം, ഫ്രിഡ്ജ്, TV ഒന്നുമില്ല കേട്ടോ, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളില്ല. അതൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും. അപ്പൊ നമ്മുടെ ഇപ്പൊ പഴയ വീട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പുതിയ വീടാവുമ്പോ അതില് തോന്നില്ല. ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോ സാധനങ്ങളുണ്ടാവും. അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് എല്ലാ ആവശ്യങ്ങളും എടുത്തിട്ട് പോവാൻ പോകും. ഇത് പുതിയൊരു ചെലവാണ്, നാളികേരം ഇലക്ട്രിക്. പാത്രം ഇങ്ങനെ വെച്ചു ഇതിങ്ങനെ വെച്ചു. ഇനി നമ്മള് ഇതില് നാളികേരം വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കണം. ഇതുമ്മ പിടിച്ചു കൊടുക്കാം. അപ്പൊ അല്ലാണ്ട് പേടിയാ തെറ്റിപ്പോയ. അപ്പൊ ഇത് ഫിറ്റ് ചെയ്ത് നമുക്ക് ഓറഞ്ച് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. 6449 ഇതിന്റെ റേറ്റ്. നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് 3899 രൂപ. അടിപൊളി ഐറ്റം. പ്രീതിയുടെ ആണ് പ്രീതിയുടെ. ഇത് ബേക്കിംഗ് ഡിഷ് ഒക്കെ നമുക്ക് മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അടുപ്പത്ത് വെക്കാം, ഗ്യാസിൽ വെക്കാം. പേടിയാവാ. ഇത് ഈ ബൊറോസിലിന്റെ ഗ്ലാസ്സിലെ, ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഗ്ലാസ്സിലെ, അതാണ്. ചൂടാക്കിയാലും
ഇവിടെ ഇരിക്കുന്ന എല്ലാം ഡിന്നർ സെറ്റുകളാണ്. കപ്പ് ആൻഡ് സോസറൊക്കെ അതിൽ വരുന്നതാണ്. പേനകള്, സ്റ്റേഷനറി ഐറ്റങ്ങൾ. ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ്. ഒരു ഗ്ലാസ് എടുത്ത ഒരു ഗ്ലാസ് ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ഇല്ലേ? നടക്കാനുണ്ട്. ഇത് സരിത ചായ കുടിക്കാറില്ല ചില. ഇത് അതിന്റെ തന്നെ വേറെ ടൈപ്പ്. അതല്ല, ഇത് വേറെ ടൈപ്പ്. ഇത് വേറെ. ഇത് അങ്ങനെ ഓഫർ തന്നെ? ഇത് അങ്ങനെ ഓഫർ, ഡിസ്കൗണ്ട് ഓഫർ. ഡിസ്കൗണ്ട് ആണ്. ഇതൊക്കെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. നമ്മുടെ മോളിലേക്ക് കേറാണ്. മോള് ഈ സൈഡ് മുഴുവൻ ഫാനുകളാണ്. ഫാനുകളൊക്കെ നല്ല ഓഫറുകളുണ്ട് കേട്ടോ. 33%, 36% ഒക്കെ ഓഫറുണ്ട്. ആറ്റംബർഗിന്റെ ഇത് BLDC ഫാനാണ്. അതായത് വാട്ട്സ് കുറവായിരിക്കും. റിമോട്ട് ഉള്ളത്. കറണ്ട് കുറവ് മതി. ഇതിനൊക്കെ 33% ഡിസ്കൗണ്ട്. ഇന്നും ഉണ്ടാവില്ലേ ഈ ഓഫറുകളൊക്കെ ഇന്നും ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഫെസ്റ്റിവൽ ഓഫർ അങ്ങനെയൊന്നുമില്ല. ഓഫർ 365 ദിവസം ഓഫറാണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയത്. അയൺ സ്റ്റാൻഡ്. ഫൈബർ ജ്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റിയത്. കറികളൊക്കെ വിളമ്പിയിട്ട് നല്ല ഭംഗിയുള്ള പാത്രം കണ്ട ഇങ്ങനെ ഡൈനിങ് ടേബിളുമ്പോ കൊണ്ടുവയ്ക്കാം. അങ്ങനത്തെ കൊറേ മോഡല്. താഴെ കണ്ട സിറാമിക്കിന്റെ പ്ലേറ്റ്. ഫൈബറിന്റെ കുട്ടി കസാരകള്, സ്റ്റൂളുകള്, ബേബി വാക്കർ. കുഞ്ഞു കുട്ടികളെ ഇരുത്തിട്ട് പോണ സാധനം അല്ലേ? മുറികള് അലങ്കരിക്കാനുള്ള പൂവുകള്, ഈ സാധനങ്ങള്, മറ്റേ സാധനങ്ങള്, പൂവുകള്. ഇത് വേറെ സാധനങ്ങളും മറ്റേ സാധനങ്ങളാ. ഫ്ലവറുകള്. ₹190. പിന്നെ മറ്റേ കൊട്ടകള് കുട്ടികള് പ്രസവിക്കുമ്പോ നമ്മള് ഹോസ്പിറ്റലിൽ ഇതിലോരോന്നൊക്കെ വെക്കാം അല്ലേ? സ്റ്റാൻഡ് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡ്. റേറ്റ് കുറവില് നമുക്ക് കിച്ചൺ ഓർഗനൈസർ ആണ് ഇതൊക്കെ. പിന്നെ കാശും കൊടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടി നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കാശ് എല്ലാ ദിവസവും കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കും. വെറൈറ്റി കാസറോളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്ലാസ് ലിഡ് ആയിട്ട് ഇപ്പൊ വരുന്നതാണ്. പിന്നെ ഇവിടെ അടുക്കളയില് പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റാൻഡുകൾ പലതരം പല വലിപ്പത്തിലുള്ള ഇങ്ങനത്തെ അടിയില് ഈ ട്രേ ഉള്ളത് മരത്തിന്റെ ഉണ്ട് കേട്ടാ. പിന്നെ എത്രയാ? 420, 840, 420. കുപ്പി കഴുകണ ബ്രഷ്, സിലിക്കോണിന്റെ നല്ല ബ്രഷ്. പിന്നെ ചവിട്ടികള്, മുറിച്ചെടുക്കുന്ന ചവിട്ടി. ഇത് മുറിച്ചെടുക്കുന്ന നമ്മുടെ എവിടെ ഇടണ്ടെന്ന് വെച്ചാൽ അതിന്റെ അളവിനനുസരിച്ചിട്ടേ പല ടൈപ്പുകളുണ്ട്. ഇത് സ്ലാബ്, അതുപോലെ ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ വിരിച്ചിടുന്ന ഷീറ്റാണ് അത്. ഈ സൈഡ് പുല്ലായികള്, പിന്നെ ഈ സൈഡ് ബക്കറ്റുകള്, വേസ്റ്റ് ബിന്നുകള്, ഈ സാധനങ്ങള് കേറിട്ട് ഇന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോണ്ടി വരില്ല അല്ലെ? ഈ സൈഡ് മുഴുവൻ മറ്റേ ഈ ബോട്ടിലുകള്, ചെപ്പുകള്, ക്യാനുകള്, നമുക്ക് എന്തൊക്കെയാ ഓയിൽ ക്യാനുകള്, പിന്നെ തുണി ഇട്ട് വയ്ക്കാനുള്ള സാധനങ്ങള്. അതൊക്കെ മുഷിഞ്ഞ തുണികളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബക്കറ്റിലാണ്ട
നമ്മളുടെ ബാത്റൂമുകളിലേക്ക് നമ്മൾ ബക്കറ്റ് വാങ്ങിച്ചതാ. അതിന് കണ്ട കറക്റ്റ് മാച്ചിനുള്ള കപ്പ് കിട്ടും കണ്ട. പിന്നെ ഒരു ബാത്റൂം നമ്മുടെ ഈ കളറാണല്ലോ, കറക്റ്റ് ഈ കളർ കോമ്പിനേഷനാണ്. അപ്പം അതിനുള്ള കപ്പ് കണ്ട. അപ്പം ഇത് നമ്മൾ വാങ്ങിച്ചു കേട്ടാ. ഇത് മൈക്രോവേവിലും കൂടെ വെക്കാവുന്ന പാത്രമാണ്. അതെന്തുട്ടാ? ഇത് നമ്മള് ഈ ഐസ് ക്രീം ഉണ്ടാക്കില്ലേ, അത് സ്ട്രോബെറിയുടെ ഒക്കെ ഷേപ്പില് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതിന്റെ കുൽഫി മേക്കർ. ഇത് കോലുണ്ടാ? കോലുണ്ട് അല്ലേ? അപ്പൊ ഇത് കൂടെ വരും. കുൽഫി മേക്കർ. അതിന്റെ തന്നെ കൊറേ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജിൽ ഓരോന്നാക്കിട്ട് വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാൻ സുഖാണല്ലോ. ഹാൻഡ് വാഷ് ഒക്കെ ഒഴിച്ച് വെക്കാനുള്ളത്. അങ്ങനത്തെ കൊറേ ഇത് പെപ്പർ ആൻഡ് സോൾട്ട് ഒക്കെ ഇതോ ഇതോ തന്നെ. ഇതതുപോലെ മസാലകൾ ഇടുന്ന ബോക്സാണ്. അപ്പൊ ഒറ്റ ട്രയൽ തന്നെ ഏലക്കായ, ഗരയാമ്പൂ, അങ്ങനെ 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 പെരിഞ്ജീരകം, ജീരകം, അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരെണ്ണത്തിൽ സെറ്റാക്കി വെക്കാം. ഈ സൈഡ് മുഴുവൻ ബോട്ടിലുകള് പറഞ്ഞില്ലേ, ഓയിൽ ക്യാനുകള്, അത് ഇത് വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പികള്, പിന്നെ കുട്ടികൾക്ക് ഈ സാധനങ്ങൾ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലുകള്. ഈ സൈഡ് മുഴുവൻ അതെ ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. അത്രയ്ക്കധികം നമ്മള് മുകളിൽ തന്നല്ലേ വീട് താഴത്തേക്ക് എത്തി. അപ്പൊ താഴത്ത് കുറച്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതാണിത്. ഈ ഒരു സാധനം സരിത വാങ്ങിക്കില്ലേ? നല്ല സുഖം. പിന്നെ നമ്മളവിടെ ഇക്കിളിക്കുട്ടനാണ് ജഗ്ഗു. എങ്ങനെയുണ്ട്? ഇത് എയർ ഫ്രയർ. എയർ ഫ്രയർ. അപ്പൊ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. TV, ഫ്രിഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ലാഡറൊക്കെ ഉണ്ട് കേട്ടാ. ലാഡർ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ വരാം. ഇനി ചേച്ചിക്ക് അപ്പോൾ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്റ്റേഷനറി ഐറ്റംസ് ആവട്ടെ, എല്ലാ ഐറ്റംസും. അപ്പോൾ ഇതിൻ്റെ എന്തിട്ടൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലേ ഓഫറില്ലാത്ത ഒരു സാധനം പോലും ഇല്ല. എല്ലാ സാധനങ്ങൾക്കും MRP-നേക്കാളും നന്നായിട്ട് റേറ്റ് കുറവുണ്ട് കേട്ടോ. നമ്മളുടെ സാധനങ്ങൾ ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള സാധനങ്ങളുടെ വില കിഴിക്കും. ബാക്കി ഇനി എത്ര വരും എന്നറിയില്ല. ചാവക്കാടും കടയിലുണ്ട്. ചാവക്കാടാണ് കട മെയിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ തൃശ്ശൂര് ആരംഭിച്ചാണ്. ചാവക്കാട് ഒരു ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട്. 10-30 വർഷത്തിന് മേലെയും തോന്നുന്നു. അപ്പൊ നമ്മളുടെ ബില്ല് എന്ന് പറയുന്നത് 12,330 രൂപയായി. സാധനങ്ങൾ മൊത്തം വാങ്ങിച്ച് കൂട്ടുമ്പോൾ വില ഇത്രയൊന്നും ആലോചിച്ചില്ലെന്ന്. നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തല്ലോ, സ്ക്രാപ്പ്. അതിന് 1500ഓളം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് കഴിച്ചിട്ടുള്ള പൈസയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം 8 മണിയാ പറയിട്ടാ ഞങ്ങൾ പുറത്തേക്ക് കിടന്നു. ഈ സാധനങ്ങളൊക്കെ ഈ ഷോപ്പുള്ളത്. സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കും. അല്ല, വണ്ടിയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കും.